നമസ്കാരം. പൾസർ വന്നു, കണ്ടു, കീഴടക്കി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരള പോലീസിന് തൽക്കാലം തലയിൽ മുണ്ടിടാതെ നടക്കാം. പോലീസിനെ വെട്ടിച്ചു നടന്ന പൾസർ സുനിയെയും കൂട്ടാളിയെയും ഒടുവിൽ കീഴടങ്ങാൻ വന്നപ്പോൾ കോടതിയിൽ കയറി പോലീസ് സിനിമാ സ്റ്റൈലിൽ കീഴടക്കി. കുറ്റകൃത്യത്തിനു ശേഷം കൊച്ചി പോലീസിൻ്റെ മൂക്കിന് കീഴെ ഉണ്ടായിരുന്ന പ്രതി ആലപ്പുഴയ്ക്കും കോയമ്പത്തൂരിനും പോയ ശേഷം കൊച്ചിയിൽ പോലീസിൻ്റെ മൂക്കിൻ തുമ്പിലൂടെ കീഴടങ്ങാൻ വന്നിട്ടും കിട്ടിയില്ല. വല വിരിച്ച പോലീസിനെ വെട്ടിച്ച് 5 ദിവസമായി പൾസർ കുതിക്കുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരാളെ ഇപ്പോഴും കിട്ടേണ്ടതായിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ത്വരിതമായ ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Check it out, yo. Wah, wah. I break it down. Yeah, yeah. I check it out, yo. Wah, wah. I bring the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. അത് പോലീസ് പറയുന്നത് പിടികൂടാനാവുമെന്ന് തന്നെയാണ്. അതിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. കാടിറങ്ങിയോടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അമ്പു കൊണ്ടു കൊമ്പു കുതരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരു ഞൊടിതാ. വേതാള കഥയറിയാം, പാതാള ചുഴിയറിയാം, പിന്നാളി കളിയറിയാം, വീരാളി പട്ടണിയാ, ആരാച്ചാരായാലും ആകാശം കാണൂല, അങ്ങാടി ചെന്നാലും സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് CID ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. സംസ്ഥാന DGP 11 മണിക്ക് അറിഞ്ഞ കാര്യത്തില് ഇവിടുത്തെ IG അടക്കമുള്ളവർ വീണ്ടും 1.5 മണിക്കൂർ വൈകിയാണ് സംഭവം അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലെ യഥാർത്ഥ കാരണമെന്ന് അറിയുവാൻ കേരളത്തിന് ആകാംക്ഷയുണ്ട്. If you don't mind. ഈ മണ്ടനെ പോലെ അല്ല നീ. അയ്യോ, ഐ ആം റിയലി സോറി. മൂക്ക് ഇങ്ങനെ അല്ല. നീ ചക്കര കൂട്ടുന്നു. വഴിയിലൊരു പാമ്പു പടമെടുത്തു ചീറ്റി നിന്നു ചില വേല കാട്ടി വിരട്ട. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് 12:15 ഗാന്ധിനഗർ ടവറിൻ്റെ കീഴിൽ പ്രതി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് എങ്ങനെയാ പ്രതി കൊച്ചിൻ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടു? പ്രതി ആലപ്പുഴ എത്തിയെന്ന് പറയുന്നു. ശരിയാണെങ്കിൽ കോയമ്പത്തൂർ എത്തിയെന്ന് പറയുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു? I'm CID Musa. I'm gonna get you, watch out. You think that you will get away? Well, think again, my little prey. You cannot run and cannot hide, 'cause I'm on the move with the FBI. Yeah, check it out, yo. Break it down, come on. Wah, yeah. ഇത്രയും സംവിധാനങ്ങളുള്ള സിറ്റിക്കകത്തു നിന്ന് എങ്ങനെ ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയും? അതും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം. ഓടിക്കളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഭാഗ്യം ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷ കയറിയിട്ട് ജീപ്പിനെ പിടിക്കാം. ആ ജീപ്പിനെ പിടി. ശരി സർ. എന്നെ കൂടെ കൊണ്ടുപോടാ. എന്തെല്ലാം സന്നാഹങ്ങളായിരുന്നു പോലീസിന്. സിറ്റി മുഴുവൻ അരിച്ചുപെറുക്കി വലവിരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടിക്കടി യോഗം.
എന്നിട്ടും പൾസർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കീഴടങ്ങാൻ വന്നതും ഒരു പൾസർ ബൈക്കിൽ. ഹെൽമറ്റ് വെച്ച് കോടതിയിൽ ഓടിക്കേറിയ പൾസറിനെ കോടതി മുറിയിൽ കയറി പോലീസ് പൊക്കി ജീപ്പിലിട്ടതും ഒരു ത്രില്ലറിന് സമാനം. കോടതിയിൽ കീഴടങ്ങി തടി കേടാകാതെ നോക്കിയ പ്രതിയെ പോലീസ് മുറിയിൽ തന്നെ ചോദ്യം ചെയ്യാം. ഹെൽമെറ്റ് ഒന്ന് എടുക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ എന്ന് നോക്കട്ടെ. ഇത് ഞാനല്ലേ? ഇവരെങ്ങോട്ട് പോയി? அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே உச்சி மீது வானிடிந்து வீழுகின்ற போதிலும் துச்சமாக எண்ணி நம்மை தூது செய்த போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. கேமுடா கேமுடா திருடம் போலீஸ் கேமுடா. பாருடா பாருடா ஜெயிப்பதிங்கு யாருடா. காற்றாக புயலாக வருவான்டா போலீஸ். இடியாக மழையாக தெரிப்பான்டா போலீஸ். வாங்கி அடிச்சா 1 டன்னு வைட்டு, பாஞ்சி அடிச்சா 10 டன்னு வைட்டு. தாங்க மாட்டேன் தூங்க மாட்டேடா. சிங்கம் சிங்கம் ஹீஸ் தோர சிங்கம். இவன் பார்த்தால் போதும் பகையும் ஒடுங்கும். சிங்கம் சிங்கம் ஹீஸ் தோர சிங்கம். இவன் பார்த்தால் போதும் வன்முறை அடங்கும். എന്തൊരു ഡായ്. ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. നിയമസഭാ സമ്മേളനം കൂടി തുടങ്ങിയ സ്ഥിതിക്ക് പൾസറിനെ പൊക്കിയത് സർക്കാരിന് ആശ്വാസമായി. നിയമപരമായ പ്രത്യാഘാതം കണക്കിലെടുക്കാതെ കോടതിയിൽ കയറി പ്രതിയെ പൊക്കിയത് അതുകൊണ്ടാണല്ലോ. അറസ്റ്റിൽ പിണറായിയുടെ പോലീസിന് മേനി നടിക്കാൻ ഒന്നുമില്ലെന്ന് പ്രതിപക്ഷവും. അറസ്റ്റ് ഒരു രാഷ്ട്രീയ വിഷയം കൂടി ആയല്ലോ. ഞങ്ങൾ കുറച്ച് വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ശ്രമിച്ചു, കിട്ടി, നോക്കാം. പിന്നെ എന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് പ്രതികളെ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ SMS എനിക്ക് കൂടിയേ തീരൂ. എനിക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് കേരള പോലീസ് സ്പേസ് ശംഭു SHMU. പൾസർ സുനിയെ അടക്കം പിടികൂടാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം. 4-5 ദിവസമായി എറണാകുളം സിറ്റിയിൽ തന്നെ പ്രതി ഉണ്ടായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയാതെ പോയത് കേരള പോലീസിന് ഒരു നാണക്കേട് തന്നെയാണ്. കോടതിയിൽ കയറി പിടിക്കേണ്ടി വന്ന അവസ്ഥ ഏതായാലും കേരള പോലീസിന് ഒരിക്കലും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആരുടെ താല്പര്യമാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ആഭ്യന്തര വകുപ്പിന് ഇനിയിപ്പോ ആരുടെ മുമ്പിലും തലയുയർത്തി നിൽക്കാം. എന്തായാലും ഞങ്ങൾ 5 കൊല്ലം തയ്ക്കും. 5 പോരെ സാർ. 60 കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണം. സാധാരണ ലിഫ്റ്റ് ചതിക്കുന്നത് രമേശ് ചെന്നിത്തലയെ ആണെങ്കിൽ ഇത്തവണ കുടുങ്ങിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതും നിയമസഭയിൽ വച്ച്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് സഭ വിട്ടിറങ്ങാൻ ലിഫ്റ്റിൽ കയറിയ തിരുവഞ്ചൂരും മറ്റു 3 സഹ കോൺഗ്രസ് MLA-മാരും കുടുങ്ങുകയായിരുന്നു. പുതുതായി വെച്ച ലിഫ്റ്റാണത്രേ പണി മുടക്കിയത്. ഇന്നെങ്കിലും ഒന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ. അയ്യോ, എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇങ്ങോട്ട് പോരാനായിട്ട് കയറിയതാ. കയറിയപ്പോഴേക്കും അത് കൊടുക്കായി. മിനിയാന്ന് പുതുത് വെച്ചാന്നാ കേട്ടത്. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ലിഫ്റ്റിനകത്ത് കുടിക്കണ്ടേ, രക്ഷപ്പെടുത്തേ. നിയമസഭ പുതിയത് വെച്ചതാണ്. പക്ഷെ പുതിയതിന്റെ സ്ഥിതി അതാണെങ്കിൽ പിന്നെ പഴയതിന്റെ അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഞാനുണ്ടായിരുന്നു, ഇവിടെ സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു, സജീന്ദ്രൻ MLA ഉണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു ഞങ്ങള്. അയ്യോ, അമ്മ, അയ്യോ, സ്റ്റൂള് പറഞ്ഞു. അയ്യോ.
അവിടെ ഒരു 15-20 മിനിറ്റ്. മുൻ സിനിമാ മന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സിനിമ അരച്ചു കലക്കി കുടിച്ച മന്ത്രിയായിരുന്നു. സിനിമാ രംഗത്തു വന്ന അനഭിലഷണീയ പ്രവണതകളെക്കുറിച്ചും തിരുവഞ്ചൂരിന് പ്രതികരിക്കാനുണ്ട്. സിനിമാ താരങ്ങളുടെ പേര് പറയുമ്പോൾ തെറ്റിപ്പോകുമെങ്കിലും മലയാള സിനിമയെ അടുത്തറിഞ്ഞിട്ടുണ്ട് തിരുവഞ്ചൂർ. സിനിമാ രംഗത്ത് ഞാൻ കാണുന്ന 2 പ്രധാനപ്പെട്ട ശക്തികളാണ്. ഒന്ന്, പോസിറ്റീവായി ഇതിനെ കാണുകയും കലാപരമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കറക്റ്റായ കലയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളുടെ ഒരു വ്യൂഹം. എടാ ബേബി, നീ എന്നെ വെച്ചൊരു ഹിന്ദി പടം എടുക്കടാന്ന് പലതവണ എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളതോ. എന്നിട്ടും ഞാൻ അമീറിന്റെ ആരാധകനല്ല. കാരണം ഞാൻ സ്നേഹിക്കുന്നത് കലയാണ്. ഏത് കലയെ? 2, സിനിമയെ ചുറ്റിപ്പറ്റി ജനങ്ങളുടെ മധ്യത്തിൽ അവരും സിനിമക്കാരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറെ സെറ്റർ. സരോജൻ എങ്ങനെയാ ഈ അവാർഡിൽ താല്പര്യമില്ല? ഇല്ലെന്നോ? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സരോജ് സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ ജൂറി ചെയർമാൻ. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്, പച്ചാളം എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ പുറത്താണ് അവര്. അഖിലത്തുള്ള ആളുകളാണ് ഇതിൽ ഗുണ്ടകളായി മറ്റു രൂപത്തിലായി. സത്യം പറഞ്ഞാൽ സിനിമാ രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഇവർ അപമാനമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കയറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. മലയാള സിനിമയ്ക്ക് ഒരു വലിയ പശ്ചാത്തലമുണ്ട്, അതിൻ്റെ ഒരു കൾച്ചറൽ ട്രഡീഷൻ ഉണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ വിരുദ്ധമായ പെരുമാറ്റം നടത്തുന്ന ആളുകളെ സിനിമാ രംഗത്ത് നിന്ന് ബഹിഷ്കരിച്ചേ മതിയാകൂ. സാംസ്കാരിക കേരളം ആഗ്രഹിക്കുന്ന അതാണ്. തിരുവഞ്ചൂരിൻ്റെ കാലത്തായിരുന്നു ഇങ്ങനെ വല്ലതും നടന്നിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. മലയാള സിനിമയെ ക്ലീൻ ആക്കാനുള്ള ചില നടപടികൾക്ക് തുടക്കമിട്ട ശേഷമാണ് തിരുവഞ്ചൂർ രംഗം വിട്ടത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന അപ്പം തന്നെ നടപടി വന്നേനെ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന അപ്പം തന്നെ നടപടി വന്നേനെ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കാരണം ഈ രംഗത്ത് ചില അൺവാണ്ടഡ് എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി വെച്ചത്. അങ്ങനെ വളരെ പ്രമുഖന്മാരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ അവരെ വെച്ച് ഈ രംഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ പരിശ്രമം നടത്തിയത്. ഈ ഇടിവെട്ട് സൂര്യനെ അവർക്കറിയില്ല. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. വക്രദൃഷ്ടിയിൽ ഇടവേള. കളക്ടർ ബ്രോയ്ക്കു പകരം ഇനി ജോസേട്ടൻ. സോഷ്യൽ മീഡിയ ശക്തി ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ, ജോസ് എന്നാണ് പേര്? അല്ല, 12ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി ചേട്ടൻ എനിക്കുണ്ടായിരുന്നേ. ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും.